Hi all, myself Ranjini P from S4 Civil, Trinity College of Engineering. Here we are going to discuss about the topic State Judiciary. MCN 202 Constitution of India, Module 4 Lecture 5 ആയ State Judiciary കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The State Judiciary. In the Indian single integrated judicial system, the High Court operates below the Supreme Court but above the subordinate courts. ഇന്ത്യൻ ഏകീകൃത നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതിക്ക് താഴെയാണ് ഹൈക്കോടതി പ്രവർത്തിക്കുന്നത്, എന്നാൽ കീഴ്ക്കോടതികൾക്ക് മുകളിലാണ്. ദ ജുഡീഷ്യറി ഇൻ എ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹൈക്കോർട്ട് ആൻഡ് എ ഹയറാർക്കി ഓഫ് സബോർഡിനേറ്റ് കോർട്ട്സ്. ഒരു സംസ്ഥാനത്തെ ജുഡീഷ്യറിയിൽ ഒരു ഹൈക്കോടതിയും കീഴ്ക്കോടതികളുടെ ഒരു ശ്രേണിയും അടങ്ങിയിരിക്കുന്നു. ദ ഹൈക്കോർട്ട് ഓക്യുപ്പൈസ് ദ ടോപ്പ് പൊസിഷൻ ഇൻ ദി ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന്റെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനെ ഉന്നത സ്ഥാനം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. The Constitution of India provides for a High Court for each state, but the 7th Amendment Act of 1956 authorized the Parliament to establish a common High Court for 2 or more states or for 2 or more states and a Union Territory. ഇന്ത്യൻ ഭരണഘടന ഓരോ സംസ്ഥാനത്തിനും ഒരു ഹൈക്കോടതി വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ 1986 7ാം ഭേദഗതി നിയമം രണ്ടോ അതിലധികമോ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും ഒരു ഹൈക്കോടതി സ്ഥാപിക്കാൻ പാർലമെന്റ് അധികാരപ്പെടുത്തി. The High Court. Every High Court consists of a Chief Justice and such other judges as the President may from time to time deem necessary to appoint. ഓരോ ഹൈക്കോടതിയിലും ഒരു ചീഫ് ജസ്റ്റിസും മറ്റു കാലാകാലങ്ങളിൽ ആവശ്യമെന്ന് തോന്നുന്ന മറ്റു ജഡ്ജിമാരെ പ്രസിഡന്റ് നിയമിക്കുന്നു. The President determines the strength of a High Court from time to time depending upon its workload. ഒരു ഹൈക്കോടതിയുടെ ജോലിഭാരത്തെ ആശ്രയിച്ച് രാഷ്ട്രപതി അതിന്റെ ശക്തി നിർണ്ണയിക്കുന്നു. The judges of a high court are appointed by the president. The chief justice is appointed by the president after consultation with the chief justice of India and the governor of the state concerned. ഹൈക്കോർട്ടിലെ ജഡ്ജിനെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും സംസ്ഥാന ഗവർണറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ആണ്. For appointment of other judges, the Chief Justice of the concerned High Court is also consulted. മറ്റ് ജഡ്ജിമാരുടെ നിയമനം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമാണ് നടപ്പിലാക്കുന്നത്. The jurisdiction of High Court. It is the highest court of appeal in the state. It is the protector of the fundamental rights of the citizen. സംസ്ഥാനത്തെ പരമോന്നത അപ്പീൽ കോടതിയാണ് ഹൈക്കോടതി. മാത്രവുമല്ല പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ് ഇത്. It is vested with the power to interpret the constitution. Besides, it has supervisory and consultative roles. ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് നിക്ഷിപ്തമാണ്. At present, a high court enjoys the following jurisdiction and powers. നിലവിൽ ഒരു ഹൈക്കോടതിക്ക് താഴെ പറയുന്ന അധികാരങ്ങളുമുണ്ട്. ഒറിജിനൽ jurisdiction, writ jurisdiction, appellate jurisdiction, supervisory jurisdiction, control over subordinate courts, a court of record, power of judicial review. Original jurisdiction. It means the power of a high court to hear disputes in the first instance, not by way of appeal. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് തർക്കങ്ങളും മറ്റും അപ്പീൽ വഴിയല്ലാതെ ആദ്യം തന്നെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്നതാണ്. മാറ്റേഴ്സ് ഓഫ് വിൽ, മാരേജ്, ഡിവോഴ്സ്, കമ്പനി ലോസ് ആൻഡ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, വിവാഹം, വിവാഹമോചനം, കമ്പനി നിയമങ്ങൾ, കോടതി ഇലക്ഷൻ മുതലായവ. ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദി ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പാർലമെന്റ് അംഗങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. റിഗാർഡിംഗ് റവന്യൂ മാറ്റർ ഓർ ആൻ ആക്ട് ഓർഡർ ഓർ ഡൺ ഇൻ റവന്യൂ കളക്ഷൻ, റവന്യൂ പരമായ കാര്യത്തെക്കുറിച്ചും മറ്റും. എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കൽ. കേസസ് ഓഫ് ഓർഡർ ടു ബി ട്രാൻസ്ഫർഡ് ഫ്രം എ സബോർഡിനേറ്റ് കോർട്ട് ഇൻവോൾവിംഗ് ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഇറ്റ്സ് ഓൺ ഫയൽ. ഭരണഘടനയുടെ വ്യാഖ്യാനം ഉൾപ്പെടുന്ന ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് സ്വന്തം ഫയലിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട കേസുകൾ. Writ jurisdiction. Article 226 of the Constitution empowers a High Court to issue writs including habeas corpus, mandamus, certiorari, prohibition and quo warranto for the enforcement to the fundamental right of the citizens and for any other purpose. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർട്ടിയോററി, കോ വാറന്റോ പോലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് നൽകുന്നുണ്ട്. The praise of or any other purpose refer to the enforcement of an ordinary legal right. The High Court can issue writ to any person, authority and government
not only within its territorial jurisdiction but also outside its territorial jurisdiction if the cause of action arises with its territorial jurisdiction. ഹൈക്കോടതിക്ക് അതിൻ്റെ പ്രാദേശിക അധികാര പരിധിക്ക് മാത്രമല്ല പ്രാദേശിക പരിധിക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും അധികാരത്തിനും സർക്കാരിനുമെതിരെ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നതാണ്. The writ jurisdiction of the High Court is not exclusive but concurrent with the writ jurisdiction of the Supreme Court. It means when the fundamental right of a citizens are violated, the aggrieved party has the option of moving either the High Court or the Supreme Court directly. ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധിയും സുപ്രീം കോടതിയുടെ റിട്ട് അധികാര പരിധിയുമായി സമന്വയമാണ്. അതിനർത്ഥം ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ആക്രമിക്കപ്പെട്ട കക്ഷിക്ക് സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ നേരിട്ട് മാറാനുള്ള അധികാരമുണ്ട്. However, the writ jurisdiction of the High Court is wider than that of the Supreme Court. എന്നിരുന്നാലും ഹൈക്കോടതിയുടെ റിട്ട് അധികാര പരിധി സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ്. Appellate jurisdiction. A High Court is primarily a court of appeal. It hears appeals against the judgment of subordinate court functioning in its territorial jurisdiction. ഒരു ഹൈക്കോടതി എന്നത് പ്രാഥമികമായ ഒരു അപ്പീൽ കോടതിയാണ്. ഒരു കീഴ്ക്കോടതിയുടെ വിധിക്കെതിരായ അപ്പീലുകൾ ഇത് കേൾക്കുന്നു. It has appellate jurisdiction in both civil and criminal matters. സിവിൽ, ക്രിമിനൽ തുടങ്ങിയ കാര്യത്തിനെതിരെ അപ്പീൽ നൽകാവുന്നതാണ്. Supervisory jurisdiction. A High Court has the power of superintendence over all courts and tribunals functioning in its territorial jurisdiction except military courts or tribunals. സൈനിക കോടതി ഒഴികെയുള്ള ഏതിനും ഒരു ഹൈക്കോടതിക്ക് അതിൻ്റെ പ്രാദേശിക അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോടതികളുടെയും ട്രൈബ്യൂണലുകളുടെയും മേൽനോട്ടം വഹിക്കാനുള്ള അധികാരമുണ്ട്. This power of superintendence of a high court is very broad because it extends to all court and tribunals whether they are subject to the appellate jurisdiction of the high court or not. It covers not only administrative superintendence but also judicial superintendence. ഹൈക്കോടതിയുടെ ഈ അധികാരം വളരെ വിശാലമാണ്. കാരണം അതെല്ലാ കോടതികൾക്കും ട്രൈബ്യൂണലുകൾക്കും ബാധകമാണ്. അവ ഹൈക്കോടതിയുടെ അപ്പീൽ അധികാര പരിധിക്ക് വിധേയമാണെങ്കിലും അല്ലെങ്കിലും. Control over subordinate courts. In addition to its appellate jurisdiction and supervisory jurisdiction over the subordinate court, as mentioned above, a high court has an administrative control and other powers over them. മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കീഴ്ക്കോടതികളുടെ മേലുള്ള അപ്പീൽ അധികാര പരിധിയും മേൽനോട്ട അധികാര പരിധിയും കൂടാതെ ഒരു ഹൈക്കോടതിക്ക് അവയുടെ മേൽ ഭരണപരമായ നിയന്ത്രണവും മറ്റ് അധികാരങ്ങളുമുണ്ട്. It is consulted by the governor in the matters of appointment, posting and promotion of district judges and in the appointment of person to the judicial service of the state. ജില്ലാ ജഡ്ജിമാരുടെ നിയമനം, സ്ഥാനക്കയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ടത്. It deals with the matters of posting, promotion, grant of leave, transfer and discipline of the members of the judicial service of the state. സംസ്ഥാനത്തെ ജുഡീഷ്യൽ സർവീസ് അംഗങ്ങളുടെ അവധി അനുവദിക്കൽ, നിയമനം, അച്ചടക്കം എന്നിവ കൈകാര്യം ചെയ്യുന്നു. It can withdraw a case pending in a subordinate court if it involves a substantial question of law that require the interpretation of the Constitution. ഭരണഘടനയുടെ വ്യാഖ്യാനം ആവശ്യപ്പെടുന്ന കാര്യമായ നിയമപ്രശ്നം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കീഴ്ക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് പിൻവലിക്കാൻ കഴിയും. Its law is binding on all subordinate court functioning with its territorial jurisdiction. ഇതിൻ്റെ നിയമം പ്രാദേശിക അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ കീഴ്ക്കോടതികൾക്കും ബാധകമാണ്. A court of record. As a court of record, a high court has two powers. The judgment, proceeding and act of the high court are recorded for the perpetual memory and testimony. These records are admitted to be of evidentiary value and cannot be questioned when produced before any subordinate court. They are recognized as legal precedents and legal reference. ഹൈക്കോടതികളുടെ വിധികളും നടപടിക്രമങ്ങളും ശാശ്വതമായ ഓർമ്മയ്ക്കും സാക്ഷ്യത്തിനു വേണ്ടി രേഖപ്പെടുത്തുന്നു. ഏതെങ്കിലും കീഴ്ക്കോടതിയിൽ ഇത് ഹാജരാക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല. It has power to punish for contempt of court either with simple imprisonment or with fine or with both. കോടതി അലക്ഷ്യത്തിന് ലളിതമായ തടവോ ശിക്ഷയോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും നൽകാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ട്. പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ.
Judicial review is the power of a High Court to examine the constitutionality of legislative enactment and executive orders of both the central and the state government. ഭരണഘടനാ സാധുത പരിശോധിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നിയമനിർമ്മാണ നിയമങ്ങളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും എല്ലാം പരിശോധിക്കുന്നു. On examination, if they are found to be violative of the constitution, they can be declared as illegal, unconstitutional and invalid by the High Court. പരിശോധനയിൽ അവ ഭരണഘടനയുടെ ലംഘനമാണെന്ന് കണ്ടെത്തിയാൽ അവ നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹൈക്കോടതി പ്രഖ്യാപിക്കാം. Consequently, they cannot be enforced by the government. തൽഫലമായി അവ സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയില്ല. ഇത്രയുമാണ് ടോപ്പിക്. ഇതോടെ കഴിഞ്ഞു. താങ്ക് യു.